മീൻ വറ്റിച്ചെടുത്തത് തയ്യാറാക്കിയാലോ. ഇതിനായി നമുക്ക് ആദ്യം വേണ്ടത് പച്ച കുരുമുളകാണ്. ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പാൻ ചൂടായതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ നന്നായി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഉപ്പുപൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ അപ്പോൾ നന്നായി ഒന്ന് വഴണ്ട് കിട്ടും. ഇത്രയും മതിയാകും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചോറിനും ചപ്പാത്തിക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണിത്, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി കിട്ടണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീൻ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം ആവശ്യമില്ല, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിയെല്ലാം നന്നായി ഒന്ന് തിളച്ച് കിട്ടണം. കറിയെല്ലാം ഇപ്പം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇനി മീൻ കറിയിലേക്ക് നന്നായി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒന്ന് ആക്കി കൊടുക്കാം. ആദ്യം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കറി ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. തവിയിട്ട് ഇളക്കി കൊടുക്കരുത്, പൊടിഞ്ഞു പോകും. മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് നേരം കൂടി ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറിയെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്